നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ രാജ് ഫ്ലോറൽസ്. ഇത് ഞാൻ എൽദോസ് രാജുവാണ്. നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം തന്നെ ഒരു താമര നടുന്നത് മുതൽ അത് പൂവിടാത്തത്, അതിൻ്റെ വളം ഇടുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ പൂവിടാത്തതിൻ്റെ കാരണം എന്താണ്, അതുപോലെ അതിൻ്റെ ലൈഫ് സൈക്കിൾ, ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങളുടെ കമൻറ്റിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ മറ്റുള്ള എല്ലാ ചെടികളിലെയും പരിപാലിക്കുന്ന പോലെ തന്നെ താമരയ്ക്കും ചെറിയ പരിപാലനത്തിൻ്റെ ആവശ്യമുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ പരിപാലനങ്ങളാണ് നമുക്ക് താമരയിൽ ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. താമര സാധാരണ ഒരു ചെടി പോലെ മണ്ണിൽ വളരുന്ന ഒരു ചെടിയായിരുന്നുവെങ്കിൽ അതിൻ്റെ വളർച്ച ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ശിഖരങ്ങൾ കോതി കൊടുക്കാറുണ്ട്. അങ്ങനെ ശിഖരങ്ങൾ കോതി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് പുതിയ ശിഖരങ്ങൾ പൊട്ടിമുളയ്ക്കാനും പുതിയ ഇലകൾ വരുവാനും അതുപോലെ നല്ലപോലെ പൂ ഉണ്ടാകുവാനും കായ ഉണ്ടാകുവാനും ഒക്കെ ഇത് സഹായിക്കാറുണ്ട്. അപ്പോൾ താമര മണ്ണിൽ വളരുന്ന ഒരു ചെടിയല്ല, ചെടിയിൽ വളരുന്നതാണ്. അതുകൊണ്ട് ഇതിന് പ്രത്യേകം ശിഖരങ്ങളില്ലാത്തതുകൊണ്ടും താമരയുടെ ഇലകൾ നമ്മൾ എങ്ങനെയാണ് പ്രൂൺ ചെയ്ത് മാറ്റുക, അതിൻ്റെ രീതി, അത് ചെയ്തു കഴിഞ്ഞാൽ താമരയ്ക്ക് പുതിയ ഇലകൾ പൊട്ടിമുളയ്ക്കാനും അതുപോലെ തന്നെ ഒരു വളർച്ച ത്വരിതപ്പെടുത്താനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ പഴയ ഇലകൾ എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള ഇലകളാണ് മുറിച്ച് മാറ്റുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കാണാം ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൽ തന്നെ ഇത് കണ്ടോ, പുള്ളിക്കുത്തുകൾ വന്ന് ബ്രൗണിഷ് കളറാകാൻ പോകുന്ന ഇലയാണിത്. അതുപോലെ തന്നെ ഇത് മഞ്ഞ കളറിൽ ആയിട്ടുള്ള ഇലകളുണ്ട്. ഇങ്ങനെയുള്ള ഇലകൾ പൊതുവെ ഈ ചെടിക്ക് ഒരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഇലകൾ നമ്മൾ പ്രൂൺ ചെയ്ത് കളയാണ് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിങ്ങനെ ഇത് വെള്ളത്തിൻ്റെ ഈ ഒരു പ്രതലത്തിൽ നിന്ന് ഒരു 2 ഇഞ്ച് മുകളിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക. വെള്ളത്തിന് 2 ഇഞ്ച് മുകളിൽ ഇത് കട്ട് ചെയ്യണമെന്ന് പറയുന്നതിനൊരു കാരണം, ഇത് ഇല കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഈ എയർ ഹോളുകൾ വഴി വെള്ളം ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അത് താമരയുടെ കിഴങ്ങ് ചീഞ്ഞു പോകാനുള്ള സാധ്യതയും ഉണ്ടാകാം. അത് സംഭവിക്കണമെന്നില്ല, പൊതുവെ അങ്ങനെ കണ്ടിട്ടുമില്ല. എന്നിരുന്നാൽ പോലും നമ്മളായിട്ട് അതിനൊരു വഴി ഒരുക്കി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ചെടി, അത് ഏത് ചെടിയായിക്കോട്ടെ, അത്രയും നാൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന എനർജി ഉപയോഗിച്ചാണ് അത് പൂവിടുന്നതിന് അതിനെ സഹായിക്കുന്നത്. വൺസ് ആ പൂവിടുന്നതിന് വേണ്ടിയായിരിക്കും അതിൻ്റെ ഫുൾ കോൺസെൻട്രേഷനും പോകുന്നത്. പൂവ് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാലും അതിന് കായുണ്ടാകുവാനായിട്ടുള്ള എനർജിയും ഈ ചെടി തന്നെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പൂ കൊഴിഞ്ഞു പോയതിന് ശേഷം വിത്ത് ആവശ്യമില്ല എങ്കിൽ അതിൻ്റെ ആ സീഡ് പോഡുകൾ മുറിച്ച് മാറ്റുന്നതാണ് ഉചിതം. അങ്ങനെ മുറിച്ച് മാറ്റിയാൽ നിങ്ങൾക്ക് വീണ്ടും ബഡ് ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ പ്രൂൺ ചെയ്ത് കൊടുത്താലും ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുവാനായിട്ട് നമ്മൾ അതിൽ വളപ്രയോഗം ചെയ്യേണ്ടതായിട്ടുണ്ട്. വളപ്രയോഗം ചെയ്യുന്ന രീതി ഞാൻ എൻ്റെ ഇതിന് മുന്നിലുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ചെടി നല്ല രീതിയിൽ വളരുവാനായിട്ട് അത് സഹായിക്കും. സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ സംശയമാണ്, ഈ പ്രൂൺ ചെയ്യുന്നത് ഏത് സമയത്താണ്, അതിനൊരു പ്രത്യേക സീസൺ ഉണ്ടോ? പ്രൂൺ ചെയ്യുന്നതിന് ഒരു പ്രത്യേക സീസൺ ഇല്ല, നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു ചെടി നട്ടതിന് ശേഷം ആദ്യം ഉണ്ടാകുന്ന ഇലകൾ ഏകദേശം 1 മാസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഇലയ്ക്ക് കളർ വ്യത്യാസം വരികയും അത് പതുക്കെ ചീവാനായിട്ട് അല്ലെങ്കിൽ കേടാകുവാനായിട്ട് തുടങ്ങും. ആ സമയത്ത് നമുക്കത് പ്രൂൺ ചെയ്ത് മാറ്റാവുന്നതാണ്. പിന്നെ നമ്മുടെ ഒബ്സർവേഷൻ, നമ്മൾ ഏത് ഇനമാണോ നടുന്നത് അതിൻ്റെ വളർച്ചാപരിധി, ഇതെല്ലാം ഇതിനൊരു ഘടകമാണ്. അതുകൊണ്ട് നമ്മൾ പഴയ ഇലകൾ, അതുപോലെ തന്നെ പുള്ളിക്കുത്തുകൾ വരുന്ന ഇലകൾ, ഇങ്ങനെയുള്ള ഇലകൾ മുറിച്ച് മാറ്റുവാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ പ്രൂൺ ചെയ്ത് മാറ്റുമ്പോൾ താമരകളെ അതൊരു ആക്റ്റീവ് ഗ്രോത്തിലേക്ക് നയിക്കും. അങ്ങനെ ആക്റ്റീവ് ഗ്രോത്തിലേക്ക് നയിക്കുമ്പോൾ താമരകളെ അതൊരു ഡോർമൻസി സ്റ്റേജിലേക്ക് പോകുവാനായിട്ട് അനുവദിക്കില്ല. പിന്നെ പല താമരകളും
പല രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. നമ്മൾ മനുഷ്യരെ പോലെ തന്നെയാണ്, ഓരോരുത്തർക്കും ഓരോ വെറൈറ്റിക്കും ഓരോ സ്വഭാവമാണ് അത് കാണിക്കുക. ചില താമരകൾ 3 മാസത്തിൽ പൂവിടും, ചിലത് 3 തൊട്ട് 6 മാസം വരെ പൂവിടാനായിട്ട് എടുക്കാറുണ്ട്. പിന്നെ ചില താമരകളിൽ നിറയെ ഇലകളുണ്ടാവും, എന്നാലും അതിൽ പൂമൊട്ടുകളൊന്നും ഉണ്ടാകുകയില്ല. അതിന് കാരണം ആ ചെടിയുടെ എനർജി മുഴുവൻ ആ ഇല വളരുവാനായിട്ടാണ് ചെടി ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ആ ഇല പ്രൂൺ ചെയ്ത് നിർത്തി അതിൽ ഒരു 5-6 ഇലകൾ മാത്രമായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ അത് ബഡ് വരാനായിട്ട് ചെടിയെ ഒന്ന് ഉത്തേജിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഇല തിക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റുക. മഴക്കാലത്തിന് മുന്നേ തന്നെ സ്റ്റാൻഡിങ് ലീഫ് വരുന്ന പോലെ നടാൻ പറയുന്നതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞത്, അതിലേക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ ഇല മഞ്ഞച്ചു പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ചെടി അല്പം സ്ലോ ആയിട്ട് വളരത്തുള്ളൂ. നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു കാര്യമാണ്, താമര വെള്ളത്തിൽ വളരുന്ന ഒരു ചെടിയല്ലേ, പിന്നെ എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന്. അതിനൊരു കാരണമുണ്ട്. താമരയുടെ ഇലകളിൽ അത് സ്വയം സൃഷ്ടിച്ച ഒരു ലെയറുണ്ട്, ചേമ്പിൻ്റെ എല്ലാ ഇലകളിൽ കാണുന്ന പോലെ തന്നെ. പക്ഷേ അതൊരു വാക്സ് കോട്ടിംഗ് അല്ല, ഇത് ചെറിയ ബോളുകൾ പോലെയുള്ള ഒരു ലെയറാണ്. അപ്പോൾ വെള്ളം അതിലേക്ക് വീഴുമ്പോൾ വെള്ളം തടഞ്ഞു നിർത്താതെ അത് പുറത്തേക്ക് ഒഴുകി പോകുവാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഫോഴ്സിൽ മഴ പെയ്യുമ്പോൾ ആ പാളികൾ, ആ ബോൾ പോലെയുള്ള പാളികൾ നശിച്ചു പോവുകയും അതിൻ്റെ ആ ഒരു കഴിവ് നഷ്ടപ്പെടുകയുമാണ് ചെയ്യുക. അതല്ല എങ്കിൽ സൂപ്പർ ഹൈഡ്രോഫോബിസിറ്റി നഷ്ടമാകും. അങ്ങനെ ഇല നശിച്ചു പോകുവാനും അല്ലെങ്കിൽ ചീഞ്ഞു പോകുവാനുള്ള സാധ്യതയുണ്ട്. എന്ന് കരുതി മഴക്കാലത്ത് താമര നട്ടു എന്ന് വിചാരിച്ച് അതിൻ്റെ കിഴങ്ങിനൊന്നും സംഭവിക്കില്ല. ആ ഫ്ലോട്ടിംഗ് ലീഫുകളിലേക്ക് വെള്ളം വീഴുമ്പോൾ മാത്രമാണ് അത് അഴുകി പോകാനുള്ള സാധ്യതയുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, മഴവെള്ളം വീഴുമ്പോൾ ഇപ്പോൾ പൂവുണ്ടായി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പെറ്റൽസിനുള്ളിൽ വെള്ളം കയറുകയും അങ്ങനെ ആ പൂവിന് ഭാരം വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു പൂവിനെ താങ്ങി നിർത്താനുള്ള ആ ഒരു ബലം ഒരു പക്ഷേ ആ പൂന്തണ്ടിനുണ്ടാവുകയില്ല, അങ്ങനെ അത് ഒടിഞ്ഞു വീഴുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു പൂന്തണ്ടിന്, ആ പൂവിനെ താങ്ങി നിർത്താനുള്ള ഒരു ബലം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് എന്തെങ്കിലും വെച്ച് കെട്ടാവുന്നതാണ്. പൊതുവെ താമരകളിൽ രോഗബാധയൊന്നും കണ്ടുവന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ അതിൻ്റെ സാധ്യത തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. നമ്മൾ എപ്പോൾ വേണമെങ്കിലും ഒരു രോഗബാധ നമ്മൾ പ്രതീക്ഷിച്ച് വേണം താമരകളെ പരിപാലിക്കുവാനായിട്ട്. അതിനൊരു കാരണമുണ്ട്. ഇന്ന് ഒട്ടുമിക്ക താമരകളും ഇന്ത്യയുടെ പുറം രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഉള്ള ഏതെങ്കിലും ഒരു താമരയിൽ എന്തെങ്കിലും ഒരു ഫംഗസോ അല്ലെങ്കിൽ ബാക്ടീരിയയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വൈറസ് ഉണ്ടായെങ്കിൽ അത് നിങ്ങളുടെ ബാക്കിയുള്ള ചെടികളെയും കയറി പിടിക്കുവാനും അത് ഒറ്റ നിമിഷം കൊണ്ട് തന്നെ അത് എല്ലാ താമരകളെയും നശിപ്പിച്ച് കളയാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതിനൊരു ഉദാഹരണമുണ്ട്. പണ്ട് തേനീച്ചകളിൽ കണ്ടുവന്ന ഒരു തൈസ ഗ്രൂഡർ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. അത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് തേനീച്ച കോളനികളെ കടന്നു പിടിച്ചത്. ഇത് വളരെ പ്രതാപകാലത്തായിരുന്ന തേനീച്ച കർഷകർക്ക് അതൊരു വളരെ ദുഃഖത്തിൽ ആഴ്ച ഒരു കാര്യമായിരുന്നു. ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുവാനായിട്ടുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഏത് കിഴങ്ങ് ആരുടെ കയ്യിൽ നിന്ന് മേടിച്ചാലും അത് ഫംഗിസൈഡിലോ അല്ലെങ്കിൽ ഒരു കീടനാശിനിയിലോ മുക്കി അല്പം നേരം 10 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം നടുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് അതൊരു 10 ml ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ പറയുന്ന കിഴങ്ങ് ഒരു 10 മിനിറ്റ് മുക്കി വയ്ക്കാം. അതിനുശേഷം അതെടുത്ത് നമുക്ക് നടാവുന്നതാണ്. അതല്ല എങ്കിൽ ഫംഗിസൈഡുകൾ നമുക്ക് കിട്ടും, സാഫ് പോലെയുള്ളവ കിട്ടും, അല്ലെങ്കിൽ ബാക്ടീരിയ സൈഡ്, അങ്ങനെയുള്ള പല കെമിക്കൽസും നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും മാർക്കറ്റിൽ. അത് ഏതെങ്കിലും ഇതുപോലെ തന്നെ വെള്ളത്തിൽ കലക്കി അതിൽ മുക്കി വെച്ചതിന് ശേഷം ആ കിഴങ്ങെടുത്ത് അതിൽ നിന്ന് വെള്ളം ഊറിപ്പോയതിന് ശേഷം നടുവാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതിന് രോഗബാധയോ അല്ലെങ്കിൽ കീടബാധയോ ഉണ്ടാവാതെ നമുക്കതിനെ സംരക്ഷിക്കുവാനായിട്ട് സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മേടിക്കുന്ന കിഴങ്ങിൽ ഒച്ചിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ജലസസ്യങ്ങളുടെ വിത്തോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് വെള്ളത്തിൽ നല്ലപോലെ കഴുകി ആ ട്യൂബർ നല്ലപോലെ കഴുകുവാനായിട്ട് ശ്രദ്ധിക്കണം. കൊച്ചിൻ്റെ മുട്ട നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഒരു ജെല്ലി പോലെ ഇരിക്കും. അത് ഇലയുടെ അടിയിലാണ് സാധാരണ ഒച്ചുകൾ മുട്ടയിടാറുള്ളത്. എന്നിരുന്നാലും അതിൻ്റെ ഒരു ചെറിയ അംശമാണെങ്കിൽ പോലും അത് ട്യൂബറിലോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വീണ്ടും മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യതയുണ്ട്.
പിന്നെ ഈ ജലസസ്യങ്ങളുടെ വിത്തുകൾ എന്ന് പറയുന്ന ചില പായലുകൾ അങ്ങനെയുള്ളതിൻ്റെ എന്തെങ്കിലും ഒരു വിത്ത് അതിനകത്ത് ഇരുന്നാൽ പോലും അത് നിങ്ങളുടെ ടബിൽ വ്യാപിക്കുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്ത് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം തന്നെ ആ ട്യൂബർ ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. മഴക്കാലത്ത് കണ്ടുവരുന്ന മറ്റൊരവസ്ഥയാണ് ബഡ്ഡുകൾ കരിഞ്ഞു പോകുന്നത്. നമുക്ക് എത്ര ബഡ് ഉണ്ടായി നിന്നാൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ടാവും അത് കരിഞ്ഞു പോകും പെട്ടെന്ന്. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പെട്ടെന്നൊരു മഴ അത് 2-3 ദിവസം നിൽക്കും, അതിനുശേഷം വീണ്ടും വെയിൽ വരും. അങ്ങനെ കാലാവസ്ഥയിൽ മാറി മാറി ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം കൊണ്ട് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഊഷ്മാവിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ ആർദ്രതയുടെയും വ്യതിയാനം അങ്ങനെ ഉണ്ടാകുമ്പോൾ താമരയ്ക്ക് ഒരു സ്ട്രെസ് ഫീൽ ചെയ്യും. അങ്ങനെ സ്ട്രെസ് ഫീൽ ചെയ്യുമ്പോൾ ഈ താമര എന്ത് ചെയ്യും, അത് അതിൻ്റെ എനർജി റിലീസ് ചെയ്യില്ല, ആ മുട്ടിലേക്ക് റിലീസ് ചെയ്യാതെ തന്നെ അത് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ താമരയുടെ മുട്ടിന് എനർജി കിട്ടാതെ വരികയും അങ്ങനെ അത് കരിഞ്ഞു പോകുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ചെടി സ്വയം സംരക്ഷിക്കുന്ന ഒരു മോഡിലേക്ക് മാറും. താമരകളെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് രോഗകീടബാധകളുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ പറയുന്നില്ല, എല്ലാം കൂടി പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടി എന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.